ഹൈറേഞ്ചിന് ഇനി ആഘോഷകാലം. തേക്കടി പുഷ്പമേളയ്ക്ക് ഇന്ന് തുടക്കം. കുമളിക്ക് ഉത്സവരാവുകൾ സമ്മാനിച്ചുകൊണ്ട് 24 ദിവസം നീണ്ടു നിൽക്കുന്ന 17ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് കല്ലറക്കൽ ഗ്രൗണ്ടിൽ ഇന്നു മുതൽ തുടക്കമായി. രാവിലെ 10 മണിക്ക് മേളനഗറിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ഡെയ്സി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ മേള ഉദ്ഘാടനം ചെയ്യും. പീരുമേട് MLA വാഴൂർ സോമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ്, സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. പുഷ്പമേളയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ ഗാർഡൻസും ചേർന്നാണ് ഈ 17ാമത് തേക്കടി പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഇവരുടെ പ്രവേശനം ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ മേളയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തും. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ മേള വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. ഇത്തവണ വളരെ പ്രധാനപ്പെട്ട 2 പ്രോഗ്രാമുകൾ. മറ്റന്നാൾ മേളയുടെ പിറ്റേ ദിവസം ശാലു മേനോൻ, പ്രസിദ്ധ നർത്തകിയും TV ചലച്ചിത്ര താരവുമായ ശാലു മേനോന്റെ നേതൃത്വത്തിലുള്ള നൃത്തശില്പം, അതൊരു ആകർഷകമായ ഒരു പ്രോഗ്രാമാണ്. 29-ാം തീയതി വൈകിട്ട് നടത്തും. അതുപോലെ തന്നെ നാടൻ പാട്ടിൻ്റെ കൂട്ടുകാരി പ്രസീത ചാലക്കുടിയുടെ ഒരു പ്രോഗ്രാമുണ്ട്. ഫ്ലവേഴ്സ് കേരളയുടെ ഗാനമേള ട്രൂപ്പിനോടൊപ്പം നാടൻ പാട്ടുമായിട്ട് പ്രസീത ചാലക്കുടി വരുന്നുണ്ട്. അത് ഏപ്രിൽ മാസം 5-ാം തീയതി. വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകൾ, കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ ആകർഷകമായ പരിപാടികളാണ് താൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ യുവജനങ്ങളുടെ കുട്ടികളിലൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കർമ്മ പദ്ധതി തയ്യാറാക്കും. വിപുലമായ സെമിനാർ നടത്തും. മാലിന്യവിമുക്ത കുമളിക്കായിട്ടുള്ള സെമിനാർ നടത്തും. അങ്ങനെ എല്ലാവർക്കും ആകർഷകമായ രീതിയിൽ വിവിധ റൈഡുകളുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാവുന്ന റൈഡുകളുണ്ട്. ഈ 24 ദിവസം നമ്മുടെ കുമളിയെ സംബന്ധിച്ച് ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 30,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 1,00,000-ലധികം പൂച്ചെടികളാണ് മണ്ണാർത്തറയിൽ ഗാർഡൻസ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ പ്രത്യേക ശേഖരങ്ങളും പഴവർഗ്ഗ തൈകൾ, വിവിധയിനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ജയന്റ് വീൽ, കൊളംബസ്, കുട്ടികൾക്കായുള്ള പ്രത്യേകമായ റൈഡുകൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള അമ്യൂസ്മെന്റ് പാർക്ക് മേളയ്ക്കൊപ്പം സജ്ജീകരിച്ചിട്ടുമുണ്ട്. എല്ലാ സായൻസന്ധികളിലും വിവിധ കലാസമിതികളുടെ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്യും. 7 വയസ്സുവരെ പ്രായമായ കുട്ടികൾക്കും വികലാംഗർ, ഭിന്നശേഷിക്കാർ, അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്ക് പ്രവേശനം സൗജന്യവുമാണ്. പ്രവേശന ഫീസ് 70 രൂപയുമാണ്. രാവിലെ 9:30 മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശന സമയം. 24 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഏപ്രിൽ 20-ാം തീയതി സമാപിക്കും.